എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 11 എന്ന് ആരംഭിക്കുന്നു. ശ്രീരാമചന്ദ്രന്റെ കഥ തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവത നവമസ്കന്ധ ഏകാദശോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം പ്രവ്രജന്തം അനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരാജുഹാവ. പുത്രേതി തന്മയതയാദരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതേ ത്വദീയേ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഗംഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീരാമചന്ദ്രൻ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ആദ്യം വ്യാധികളൊന്നും ആർക്കുമില്ല. ഭൂമിദേവി സകല ഐശ്വര്യങ്ങളും അങ്ങനെ ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രജകൾക്ക്. ഋതുക്കളൊക്കെ വേണ്ട വിധത്തില് കാലാകാലത്തിന് വർഷിക്കും. എല്ലാം പൂർണ്ണമായിട്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരുന്നു. ദേവന്മാരെല്ലാം സംതൃപ്തരായി. പിതൃക്കൾക്കെല്ലാം പിതൃകോപങ്ങളൊന്നുമില്ല. മരിക്കണമെന്ന് തോന്നിയാൽ മാത്രമേ മരിക്കുള്ളൂ. അതാണ്. ജനങ്ങൾക്കൊന്ന് മരണം വേണം, മരിക്കണം എന്ന് തോന്നിയാൽ മാത്രം. ജരാനരകളൊന്നുമില്ല. അസത്യം, അധർമ്മം ഇതൊന്നും രാമരാജ്യത്തിന് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണതാ പ്രജാവത്സലനായ രാമചന്ദ്രന് ഗർഭിണിയായിട്ടുള്ള ആ സീതയെ രാജധർമ്മത്തെ പാലിക്കാൻ വേണ്ടിയിട്ട് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആ പരിത്യക്തയായ ആ ഭൂമിപുത്രിയെ വാൽമീകി മഹർഷിയാണ് പിന്നെ രക്ഷിച്ചത്. വാൽമീകിയുടെ ആശ്രമത്തിൽ വെച്ച് സീത പ്രസവിച്ചു 2 പുത്രന്മാരെ, ലവൻ, കുശൻ. വാൽമീകി മഹർഷി അവർക്ക് വേണ്ടി വിദ്യാഭ്യാസം ഒക്കെ നൽകി അവരെ രക്ഷിച്ചു വളർത്തി. അംഗദൻ, ചിത്രകേതു എന്ന 2 പുത്രന്മാര് ലക്ഷ്മണനുണ്ടായി. തക്ഷകൻ, പുഷ്കരൻ എന്ന 2 പുത്രന്മാര് ഭരതനുണ്ടായി. സുബാഹു, ശത്രുസേനൻ എന്ന 2 പുത്രന്മാര് ശത്രുഘ്നന് ഉണ്ടായി. മധുവിന്റെ പുത്രനായ ലവണാസുരനെ കൊന്ന് മധുരവനത്തെ മധുരാപട്ടണമാക്കിയത് ഈ ശത്രുഘ്നനാണ്. ഈ മധുരാപട്ടണത്തിലാണ് ഇനി ശ്രീകൃഷ്ണാവതാരം. ആ ലവകുശന്മാരെ വാൽമീകിയിൽ അർപ്പിച്ച് രാമപാദങ്ങളെയും ധ്യാനിച്ചുകൊണ്ട് സീതാദേവി ആ ഭൂമിക്ക് തന്നെ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ അന്തർധാനം ചെയ്തു. സീതാവിരഹ ദുഃഖം ശ്രീരാമനെ അവതാരകാലം മുഴുവനും പീഡിപ്പിക്കുകയാണ്. ഈശ്വരന്മാർക്ക് പോലും മനുഷ്യജന്മം എടുത്താൽ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും, അല്ലേ? അതാണ് സാധാരണ മനുഷ്യന്റെ കഥ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. 13,000 കൊല്ലം പ്രജാവത്സനായിട്ട് രാമൻ രാജ്യം ഭരിച്ചു. പിന്നീട് മനുഷ്യ
ഭാവത്തേക്ക് ഉപേക്ഷിച്ചിട്ട് സീതാ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന, ഹനുമൽ സമേതനായിട്ട് എല്ലാവരോടും കൂടി ആ ഭക്തഹൃദയങ്ങളിൽ ആ സ്ഥിരം അങ്ങനെ ശോഭിച്ചു. ഈ ശ്രീരാമചരിത്രം മനുഷ്യര് ശ്രവിച്ചാൽ, കീർത്തനം ചെയ്താൽ, അതിലെ ഓരോ അക്ഷരവും മനുഷ്യന്റെ സകല ദുഃഖങ്ങളെയും നശിപ്പിച്ച് സർവ ആഭിഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ് രാമകഥ, രാമായണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഭഗവാൻ ആത്മനാത്മാനം രാമ ഉത്തമകൽപ്പകൈ സർവദേവമയം ദേവം ഈജാചാര്യവാൻ മഖൈ. ഭഗവാൻ ആചാര്യവാൻ രാമ, ഐശ്വര്യപരിപൂർണനും ആചാര്യവാനുമായ രാമൻ ഉത്തമ കൽപ്പകൈ, ഉത്തമ സാധനങ്ങളായ മഖൈ, യാഗങ്ങൾ കൊണ്ട് സർവദേവമയം, സർവദേവസ്വരൂപനും ദേവം, അവതാര ലീലാരതനുമായ ആത്മാനം, ആത്മാവിനെ ആത്മനാ, ആത്മാവ് കൊണ്ട് തന്നെ യജിച്ചു. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, ആ സഹോദരന്മാരോട് കൂടിയിട്ട് മഹാരാജാവായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ അനേകം യാഗാദി കർമ്മങ്ങൾ ചെയ്തു. ജ്ഞാനാദികളായ ഈശ്വര ഗുണങ്ങളുടെ പരിപൂർത്തിയോടുകൂടിയ ശ്രീരാമചന്ദ്രൻ ലോക സംരക്ഷണാർത്ഥം അദ്ദേഹം മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുകയാണ് അല്ലെ. അതുകൊണ്ട് ആചാര്യനെ സ്വീകരിച്ച് ശ്രേയപ്രാർത്ഥിക്ക് ഉത്തമ സാധനങ്ങളായ യാഗങ്ങൾ കൊണ്ട് സർവദേവസ്വരൂപനായ താൻ തന്നെ ആരാധിച്ചു. ഭഗവാന് യാഗം ചെയ്ത് ഈശ്വര സാക്ഷാത്കാരം നേടേണ്ട ആവശ്യമില്ല. ഭഗവാൻ ഈശ്വരൻ തന്നെയാണ്. പക്ഷേ വേദോക്ത കർമ്മങ്ങളെ സംരക്ഷിക്കേണ്ടത് മഹാരാജാവിന്റെ കടമയാണെന്ന്, അവർ ചെയ്യേണ്ടതാണത്, അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് അനുഷ്ഠാനദ്വാര ശ്രീരാമചന്ദ്രൻ ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് യാഗങ്ങളൊക്കെ ചെയ്ത് ഈശ്വരന്മാരെയൊക്കെ തൃപ്തിപ്പെടുത്തി ദേവന്മാരെ പറയുന്നു. ഗോത്രേ ദദാദിശം പ്രാചീം ബ്രഹ്മണേ ദക്ഷിണാം പ്രഭു അധ്വർയവേ പ്രദീജിം ച ഉദീജിം സാമഗായ സ. പ്രഭു പ്രഭുവായ ശ്രീരാമചന്ദ്രൻ പ്രാചീൻ ദിശം കിഴക്ക് ദിക്ക് ഹോത്രേ ഹോതാവിനും ബ്രഹ്മണെ ബ്രഹ്മനായിക്കൊണ്ട് ദക്ഷിണാം ദിശം തെക്കു ദിക്കിനെയും ദാനം ചെയ്തു. അധ്വർയവേ അധ്വര്യവനായിക്കൊണ്ട് പ്രതീജ്യം പടിഞ്ഞാറ് ദിക്കിനെയും സാമകനായിക്കൊണ്ട് ഉദീജ്യം വടക്കു ദിക്കിനെയും ദാനം ചെയ്തു. സർവഭൂമിയുടെ അധിപനായ ശ്രീരാമചന്ദ്രൻ യാഗം ചെയ്തു കഴിഞ്ഞപ്പോ ഹോതാവിന് കിഴക്ക് ദിക്കിലുള്ള ഭൂമിയും ബ്രഹ്മന് തെക്ക് ദിക്കും അധ്വര്യുവിന് പടിഞ്ഞാറു ദിക്കിലെ ഭൂമിയും സാമഗാനം ചെയ്ത ബ്രാഹ്മണന് വടക്കു ദിക്കിലെ ഭൂമിയും ദക്ഷിണയായിട്ട് ദാനം ചെയ്തു. വേറെ ആരും ഇങ്ങനെ ദാനം ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് അദ്ദേഹത്തിന് 14 വർഷം കാട്ടിൽ പോയി താമസിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. രാജ്യം വേണമെന്നൊന്നും അദ്ദേഹത്തിന് മോഹമില്ല. എല്ലാം ദാനം ചെയ്തു. ആചാര്യായ ദദൗ ശേഷാം യാവതീ ഭൂസ്തദന്തര മന്യമാനൈദം കൃഷ്ണം ബ്രാഹ്മണോർഹതി നിസ്പൃഹ. തദന്തര അവയുടെ മധ്യത്തിൽ യാവതീ എത്ര ഭൂമിയുണ്ടോ ശേഷം അവശേഷിച്ച അതിനെ ആചാര്യനായിക്കൊണ്ട് ദദൗ ദാനം ചെയ്തു. നിസ്പൃഹ ആശയില്ലാത്തവനായിട്ട് ഇതം കൃഷ്ണം ഇത് സമസ്തവും ബ്രാഹ്മണ അർഹതി ബ്രാഹ്മണൻ അർഹിക്കുന്നു ഇതി മന്യമാന എന്ന വിചാരമുള്ളവനായിരുന്നു. ഇങ്ങനെ 4 ദിക്കുകളും 4 പേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ മധ്യത്തില് അവശേഷിച്ചിരിക്കുന്ന ഭൂമിയെ ആചാര്യ ദക്ഷിണയായിട്ടും നൽകി. ഇങ്ങനെ മുഴുവൻ ഭൂമിയെയും ബ്രാഹ്മണർക്ക് നൽകി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം ചെയ്തത്? ഈ ഭൂമിയെ മുഴുവനും സ്വീകരിക്കാൻ ബ്രാഹ്മണൻ അർഹനാണ് എന്ന് ഭഗവാൻ അറിയാതുകൊണ്ടാണ്. സ്വരൂപാനന്ദത്താൽ നിത്യസംതൃപ്തനായിരിക്കുന്ന തനിക്ക് ഈ ഭൂമി മുതലായിട്ടുള്ള ഇതിലൊന്നും ഐശ്വര്യത്തിലൊന്നും യാതൊരു താല്പര്യമില്ല. ഇത്യയം തദലങ്കാരവാസോഭ്യാം അവശേഷിത തഥാ രാജ്ഞവി വൈദേഹി സൗമംഗല്യാവശേഷിത. ഇത് അയം ഇപ്രകാരം രാമന് തത് അലങ്കാരവാസോഭ്യം അദ്ദേഹത്തിന്റെ അലങ്കാരങ്ങൾ വസ്ത്രങ്ങൾ ഇവയോടുകൂടി അവശേഷിച്ചവനായി തഥാ രാജ്ഞി വൈദേഹി അഭി അപ്രകാരം രാജ്ഞിയായ വൈദേഹിയും സൗമംഗല്യാവശേഷിത സൗമംഗല്യത്താൽ അവശേഷിച്ചവളായി. അങ്ങനെ എല്ലാം ദാനം ചെയ്തപ്പോ പിന്നെ സീതാദേവി അതുപോലെ തന്നെ
ഭഗവാൻ ധരിച്ചിരിക്കണ ആ ആഭരണങ്ങളും വസ്ത്രങ്ങളും മാത്രമേ പിന്നെ ശ്രീരാമചന്ദ്രന് സ്വന്തമായിട്ടുള്ളൂ അല്ലെ. അതുപോലെ തന്നെ രാജ്ഞിയായ സീതാദേവിയും സൗമംഗല്യം ഒഴികെ ബാക്കിയുള്ള ആഭരണങ്ങളെല്ലാം ശ്രീരാമചന്ദ്രൻ ചെയ്ത പോലെ ആ താലിമാല എന്ന് പറയില്ലേ, ബാക്കി എല്ലാ ആഭരണങ്ങളും ദാനം ചെയ്തു. തേതു ബ്രഹ്മണ്യദേവസ്യ വാത്സല്യം വീക്ഷ്യ സത്സു തത്പ്രീതാ ക്ലിന്നധിയസ്തസ്മൈ പ്രത്യർപ്യേദം ബഭാഷിരേ. ബ്രഹ്മണ്യദേവസ്യ ബ്രാഹ്മണനാവുന്ന ദേവനോട് കൂടിയവന്റെ സത്സു തത് വാത്സല്യം സത്തുക്കളിലുള്ള ആ വാത്സല്യത്തെ ഇക്ഷ്യ കണ്ടിട്ട് പ്രീത സന്തോഷിച്ചവരും ക്ലിന്നധിയ ദ്രവിച്ചിരിക്കുന്ന ബുദ്ധിവൃത്തിയോടുകൂടിയവരുമായ തേതു അവരാകട്ടെ തസ്മൈ പ്രത്യർപ്യ അദ്ദേഹത്തിനായിക്കൊണ്ട് പ്രത്യർപ്പിച്ചിട്ട് ഇതം ബഭാഷിര് ഇതിനെ പറഞ്ഞു. ബ്രാഹ്മണരോ അവര് ഇതങ്ങോട്ട് കണ്ടിട്ട് അത്ഭുതമായി അവർക്ക് ശ്രീരാമചന്ദ്രന്റെ ആ ഒരു ത്യാഗം. ബ്രാഹ്മണരെ പൂജ്യരായി കരുതിയിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ സദാചാര തൽപരന്മാരെ കുറിച്ചുള്ള ഔദാര്യത്തെയും ആ വാത്സല്യത്തെയും കണ്ടിട്ട് സന്തുഷ്ടരായി ബ്രാഹ്മണര്. അവർക്ക് ഇനി വേറെ എന്താ വേണ്ടത്? അവര് വല്ലാത്ത മനസ്സങ്ങടെ അലിഞ്ഞു ശ്രീരാമചന്ദ്രന്റെ. ഇങ്ങനെയുള്ള ഒരു ദാനം വേറെ ആര് ചെയ്തിട്ടില്ല. ആ ബ്രാഹ്മണര് എന്ത് ചെയ്തു? ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഇത് അവിടത്തേക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ എല്ലാവരും ആ ഭൂമി അവർക്കത് സ്വീകരിക്കാനേ തോന്നണില്ല. അവരെല്ലാം ഭഗവാന് തന്നെ മടക്കി കൊടുത്തു. എന്നിട്ട് ഇതാ പറയാണ്, അപ്രത്തം നസ്ത്വയാകിന്നു ഭഗവൻ ഭുവനേശ്വര എന്നോന്തർഹൃദയം വിശ്യ തമോഹംസിസ്വരോചിഷ. യത് യാതൊന്നു ഹേതുവായി ഞങ്ങളുടെ അന്തർഹൃദയം ഹൃദയാന്തർഭാഗത്തെ വിശ്യ പ്രവേശിച്ചിട്ട് സ്വരോചിഷ സുപ്രകാശത്താൽ തമ അന്ധകാരത്തെ ഹംസി അങ്ങ് ഹനിക്കുന്നുവോ. ഭുവനേശ്വര ഭഗവൻ ലോകാധിപനായ ഹേ ഭഗവൻ ത്വയാ അങ്ങയാൽ ഞങ്ങൾക്ക് അപ്രത്തം ദാനം ചെയ്യപ്പെടാത്തത് കിംന്നു എന്തെന്നാകുന്നു. ബ്രാഹ്മണര് പറയണ്, സകല ഭുവനങ്ങളുടെയും അധീശ്വരനായിരിക്കുന്ന ഹേ ഭഗവൻ, അവിടുന്ന് ഞങ്ങൾക്ക് ഈ നൽകിയ ഈ ജ്ഞാനദാനം ചെയ്തിരിക്കുന്ന നെന്തിരുവടി ഞങ്ങൾക്ക് സർവവും നൽകിയിരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയാന്ധകാരത്തെ മുഴുവനും നശിപ്പിച്ചു. അജ്ഞാന അന്ധകാരത്തിൽ നിന്നും ഞങ്ങൾ മോചിതരായി. ഇനി എന്താണ് ഞങ്ങൾക്ക് അങ്ങ് നൽകാത്തത്? എല്ലാം ഞങ്ങൾക്ക് നൽകി കഴിഞ്ഞു. അതാണ് അവര് പറയണത്. ആത്മാവിനെ ഒഴിച്ചുള്ള യാതൊന്നിലും ആഗ്രഹമില്ല ഇനി ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല. അവർക്കും അതൊന്നും ആവശ്യമില്ല എന്ന് അങ്ങോട്ട് തോന്നി ഭഗവാന്റെ കൃപ കൊണ്ട് തന്നെ. അങ്ങനെയുള്ളവർ തന്നെയാണ് ബ്രാഹ്മണര്. അതാണ് ഉത്തമ ബ്രാഹ്മണരാണ്. അങ്ങനെ അവർക്ക് യാതൊന്നും വേണ്ട, അവര് ചെയ്യാനുള്ളത് അവര് ചെയ്യും. ആത്മാവിനെ ഒഴിച്ചുള്ള യാതൊന്നിലും ആഗ്രഹമില്ലായ്മയാണ് ജ്ഞാന ലക്ഷണമെന്ന് ഈ ബ്രാഹ്മണരിതാ അവരുടെ വാക്കുകൊണ്ട് സ്പഷ്ടമാക്കിയിരിക്കണം. പിന്നെ അവരിതാ പറയണു, നമോ ബ്രഹ്മണ്യദേവായ രാമായ ഗുണ്ഡമേധസേ ഉത്തമശ്ലോകതുര്യായ ന്യസ്തദണ്ഡാർപ്പിതാംഘ്രേ. ഉത്തമ ശ്ലോകതുര്യായ ഉത്തമ ശ്ലോകന്മാരിൽ ശ്രേഷ്ഠനും ബ്രഹ്മണ്യദേവായ ഉത്തമ ബ്രാഹ്മണരാകുന്ന ദേവനോടുകൂടിയവനും അകുണ്ഠമേധസേ അപ്രതിഹതയായ മേധയോടുകൂടിയവനും ന്യസ്തദണ്ഡാർപ്പിതാംഘ്രയെ ന്യസ്തദണ്ഡന്മാരാൽ അർപ്പിക്കപ്പെട്ട ആംഘ്രികളോടുകൂടിയവനുമായ രാമായ നമ. രാമന് നമസ്കാരം. ഉത്തമ ബ്രാഹ്മണരെ ആരാധ്യദേവനായി വിചാരിച്ചും കീർത്തന മാത്രത്താൽ പാപകരയായ കീർത്തിയെ ലോകത്തിൽ വ്യാപിപ്പിച്ചും അപ്രതിഹതമായ ജ്ഞാനത്തോടുകൂടിയും ഭൂതദ്രോഹങ്ങളെ നിശേഷം ഉപേക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെ ഹൃദയകമലത്തിൽ വെക്കപ്പെട്ട പാതാരവിന്ദങ്ങളോടുകൂടിയും ഇരിക്കുന്ന ശ്രീരാമചന്ദ്രനായിക്കൊണ്ട് നമസ്കാരം എന്ന് അവര് ഭഗവാനെ സ്തുതിക്കണു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ.